ഹലോ. ഇപ്പോൾ CSAT മറ്റൊരു ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ബേസിക്കുകൾ മാത്രമാണ് തൽക്കാലം പറഞ്ഞു പോകുന്നത്. ബേസ് നമുക്ക് കഴിഞ്ഞ ഉടൻ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. സോ നമുക്ക് ഒരു നമ്പർ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം മക്കളെ. നോക്കടാ, രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റിയൽ നമ്പർ, മറ്റൊന്ന് ഇമാജിനറി നമ്പർ. ഇതിൽ ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. √-1 വരുമ്പോൾ നമ്മളതിനെ i എന്നിട്ടിട്ട് എഴുതും. 2i 3i ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ. ഇത് നമുക്ക് വേണ്ട, ഇത് സിലബസിൽ ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, സോ ഇത് വേണ്ട. സോ നമുക്ക് റിയൽ നമ്പറിനെ കുറിച്ച് നോക്കാം. സോ റിയൽ നമ്പറുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റാഷണൽ നമ്പർ, മറ്റൊന്ന് ഇറാഷണൽ നമ്പർ. റിയൽ നമ്പറിനെ രണ്ടായിട്ട് തിരിക്കാം. എഴുതുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? റാഷണൽ നമ്പർ, ദെൻ ഇറാഷണൽ നമ്പർ. മക്കളെ, എന്താടാ റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ? റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ലടാ, നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പറാണ് റേഷണൽ നമ്പർ. ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ പറയുന്നുണ്ട്, Q ≠ 0. ബിക്കോസ് Q 0 ആയിപ്പോയി കഴിഞ്ഞാൽ എന്താവും ആൻസർ? P/0 = ആവും. ഏത് നമ്പറിനെ നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്ത് വരിക? ഇൻഫിനിറ്റിയാണ് വരിക. സോ കീഴെ വരുന്ന ആൾ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇതല്ലാത്ത രീതിയിൽ P/Q എന്ന ഫോമിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന നമ്പറുകളൊക്കെ എന്തെന്ന് വിളിക്കാം? റേഷണൽ നമ്പർ എന്ന് വിളിക്കാം. ഇവിടെ ഈ പിയും ക്യൂവും രണ്ടും എന്തായിരിക്കണം? ഇൻറ്റിജറുകളായിരിക്കണം കേട്ടോ. ബോത്ത് ഷുഡ് ബി ഇൻറ്റിജർ. പിയും ക്യൂവും രണ്ടും ഇൻറ്റിജർ ആയിരിക്കണം. എക്സാമ്പിൾ 1/2 കണ്ടോ? 1 ഇൻറ്റിജറാണ്, 2 ഇൻറ്റിജറാണ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ എന്തല്ല? 0 അല്ല. 3/5 കണ്ടോ? നെഗറ്റീവ് കൊടുക്കാമെന്ന് സംശയം വരും. -1/2 ഇതെന്താണ്? -1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. 2 എന്ന് പറയുന്നത് അതും ഇൻറ്റിജറാണ്. ഈ ഇൻറ്റിജർ എന്നാൽ എന്ത് എന്നറിയാത്തവർക്ക് വേണ്ടി അടുത്തൊരു വീഡിയോ ഇടാം കേട്ടോ. സോ നമുക്ക് എന്താണ് നേച്ചർ നമ്പർ, എന്താണ് ഹോൾ നമ്പർ, എന്താണ് ഇൻറ്റിജർ, എന്താണ് റേഷണൽ നമ്പർ, എന്താണ് ഇറേഷണൽ നമ്പർ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് മാത്രം നമുക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാം. തൽക്കാലം നമ്മൾ ഇപ്പോൾ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്പറിനെ നമുക്ക് റിയൽ നമ്പർ എന്നും ഇമാജിനറി നമ്പർ എന്നും തിരിക്കാം. അതിൽ റിയൽ നമ്പറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: റേഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന നമ്പർ. അതിൽ പിയും ഒരു ഇൻറ്റിജർ ആയിരിക്കണം, ക്യൂ ഇവിടെ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്പർ അത്രയും കൂട്ടിയാൽ മതി. നമ്മുടെ ഈ 1.2 3.4 അങ്ങനെയൊന്നുമില്ലാതെ 1 2 3 4 5 -1 -2 -3 0 ഇതെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറുകളും പോസിറ്റീവ് നമ്പറും 0യും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻറ്റിജർ. ഓക്കെ, സോ പിയും ക്യൂയും ഇൻറ്റിജർ ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? റിയൽ നമ്പർ എന്ന് വിളിക്കാം. റിയൽ നമ്പർ അല്ല, സോറി, റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. റാഷണൽ നമ്പർ റിയൽ നമ്പറാണ്. നൗ എന്താ മക്കളെ ഇറാഷണൽ നമ്പർ? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് P/Q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്തത് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ശരിക്ക് P/Q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയും കേട്ടോ. നമുക്ക് ഇറാഷണൽ നമ്പറിനെയും P/Q എന്ന രൂപത്തിൽ എഴുതാം. പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം? നോൺ ഇൻറ്റിജർ ആയിരിക്കണം എന്നുള്ളതാണ്. P/Q എന്ന രൂപത്തിൽ എഴുതാം, ബട്ട് either P or Q or both. either P, ഒന്നുകിൽ P അല്ലെങ്കിൽ Q അല്ലെങ്കിൽ both. should not be an integer. അതായത് നമ്മൾ സാധാരണ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പർ ആകരുത് ഒരാൾ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √3/4. ഇവിടെ 4 നമ്മൾ സാധാരണ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് അല്ലേ?
പക്ഷേ √3 ആരെങ്കിലും എണ്ണാൻ ഉപയോഗിക്കുകയോടാ? ഇല്ല. അപ്പോൾ ഇതെന്തായി? ഇത് ഇറാഷണൽ നമ്പറായി. വേറൊരു എക്സാമ്പിൾ നോക്കാം. 3/√2. 3/√2. 3 നമ്മൾ എണ്ണാൻ ഉപയോഗിക്കും അല്ലേ? ഈ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പർ മാത്രമല്ല ഇൻറ്റിജർ, ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് നമ്പറും 0യും ഇൻറ്റിജറിനകത്ത് പെടും. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. സോ 3 ആരും എണ്ണാൻ ഉപയോഗിക്കാറില്ല. 3/√2. 3 എണ്ണാൻ ഉപയോഗിക്കും, √2 എണ്ണാൻ ഉപയോഗിക്കാറില്ല. സോ 3/√2 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണലാണ്. സോ എയ്തർ പി ഈസ് എന്താണ്? നോൺ ഇൻറ്റിജർ, അല്ലെങ്കിൽ എന്താണ്? ക്യൂ ഈസ് നോൺ ഇൻറ്റിജർ, അല്ലെങ്കിൽ എന്താണ്? ബോത്ത് പി ആൻഡ് ക്യൂ ആർ നോൺ ഇൻറ്റിജർ. രണ്ടും നോൺ ഇൻറ്റിജർ ആയിക്കഴിഞ്ഞാലും ഇതെന്താണ് മക്കളെ? ഇറാഷണലാണ്. എന്നാൽ അതേസമയം മക്കളെ ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാടാ. നിങ്ങൾ നോക്കിക്കോ. 3/2 ഇത് ഇറാഷണലാണോ? അല്ല, ഇത് ഇറാഷണൽ അല്ല. കാരണം ഇതിനകത്ത് രണ്ടും ഇൻറ്റീജറാണ്. ഈ ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. 3/√4 ഇതെന്താ മക്കളെ? ഇത് ഇറാഷണലാണോ? അല്ല. കാരണം എന്താ? ഈ റൂട്ട് കണ്ട ഉടനെ ചാടി കയറി അത് ഇൻറ്റിജർ അല്ല എന്ന് കരുതരുത്. √4 എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. സോ 3/√4 ക്യാൻ ബി റിട്ടൺ ആസ് 3/2 വിച്ച് ഈസ് എന്താണ് മക്കളെ? ഇൻറ്റിജർ. ഓക്കെ ആണല്ലോ? ഇൻറ്റിജർ അല്ല, ഇറ്റ് ഈസ് റേഷണൽ. √4 എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ. സോ 3/2 അഥവാ 3/√4 എന്ന് പറയുന്നത് എന്താണ്? റേഷണലാണ്, അത് ഇറേഷണൽ അല്ല. ഓക്കെ ആണോ? ഓക്കെ.